കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുവെ നന്ദി, കർത്താവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. ഈ അന്ത്യകാലത്ത് പലരുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ദൈവവചനത്തിലൂടെ മറുപടി പറയുവാൻ പ്രിയദാസൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മരിച്ചാൽ, പ്രാണനെ വിട്ടാൽ എവിടെ പോകുന്നു? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ബൈബിളിൽ കൂടി നൽകുന്നു. ആ വചനം എന്താണെന്ന് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. സഭാപ്രസംഗി 7:1 നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമെന്ന് വായിച്ചു കേൾക്കുക. നല്ല പേർ എന്താണ്? നല്ല സ്വഭാവത്തെ കാണിക്കുന്നതായിട്ട് ദൈവവചനം പറയുന്നു. നല്ല സ്വഭാവത്തെ. നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണദിവസം ജനനദിവസത്തേക്കാൾ ഉത്തമം. നല്ല പേർ സുഗന്ധതൈലം വിലയേറിയതും നല്ല മണമുള്ളതുമാണ്. എന്നാൽ വിലയേറിയ സുഗന്ധതൈലത്തേക്കാൾ മാന്യമായ ജീവിതത്തിനുണ്ടെന്ന് വചനം വായിച്ചു കേൾക്കുക. ഈ അന്ത്യകാലത്ത് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെയും നിഴൽ പോലെയുള്ള ജീവിതത്തെ എന്താണ് നല്ലതെന്ന് ആരും അറിയുന്നില്ല. മരണ ദിവസം ജനന ദിവസത്തേക്കാൾ നല്ലതാണെന്ന് വചനം പറയുന്നു. കാരണം ഒരു വിശുദ്ധൻ മരിക്കുമ്പോൾ ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിൻ്റെ ആരംഭമാണ്. സഭാപ്രസംഗി 7:2 വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. വചനം പറയുന്നത് സദ്യ ഉണ്ണാൻ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നതാണ് നല്ലതെന്ന്. കാരണം ഒരു വിലാപ ഭവനത്തിൽ ചെല്ലുമ്പോൾ ചിന്താശക്തിയുള്ള ഏത് മനുഷ്യനും വേർപാടിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ ധൈര്യത്തോടെ നേരിടുവാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. വിലാപഭവനത്തിൽ പോകുമ്പോഴാണല്ലോ പലരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകും? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? വിലാപഭവനത്തിലുള്ള വെച്ചാണ് നമ്മൾക്ക് ഈ വക ചിന്തകളൊക്കെ കൂടുതലും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ശലോമോൻ പറയുന്നത്
ശാസന കേൾക്കുന്നവന് ആദ്യമൊക്കെ ദുഃഖം തോന്നും. എന്നാൽ ആ ശാസന പലരെയും അനുതാപത്തിലേക്ക് നയിക്കുന്നു. നല്ലത് തിരിച്ചറിയാൻ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. യോഹന്നാൻ 8:24 പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം പ്രാപിക്കാതെ മരിച്ചുപോയവർ യാതൊരു നിലയിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ദുഷ്ടന്മാർ പാപത്തിൽ മരിക്കുമ്പോൾ നീതിമാന്മാർ ക്രിസ്തുവിൽ മരിക്കുന്നു. 1 തെസ്സലോനിയർ 4:16 ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ദൈവത്തിന്റെ കാഹളം സമയത്ത് വിശുദ്ധന്മാർ നിത്യ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമെന്ന് വചനം നമ്മൾ വായിച്ചു കേൾക്കുന്നു. നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. നമ്മുടെ സംശയം എന്താണ്? 2 ചോദ്യമായിരുന്നു. അതിലൊന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് മറുപടി സഭാപ്രസംഗി 12:7 വായിക്കുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ പോകുന്നു എന്ന വചനം വായിക്കുമ്പോൾ, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവും. ഒരു ദൈവഭക്തൻ മരിക്കുമ്പോഴും അല്ലാത്തവർ മരിക്കുമ്പോഴും ദൈവദൂതന്മാർ വന്ന് അവരുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകും. ദൈവമക്കളെ പർദീസായിലേക്കും ദുഷ്ടന്മാരെ പാതാളത്തിലേക്കും അയക്കും. അതുകൊണ്ടാണ് ബിലിയാം പറയുന്നത്, ഭക്തൻ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, അവന്റെ അവസാനം പോലെ എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. സംഖ്യാപുസ്തകം 23:10 നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അപ്പൊ ശരീരം നിദ്ര കൊള്ളാനായി കല്ലറയിൽ അടക്കം ചെയ്യും. വിശ്വാസിയുടെ ആത്മാവ് സ്വർഗത്തിൽ പർദീസായിലും ദുഷ്ടന്മാരുടെ ആത്മാവ് യാതന സ്ഥലത്തേക്കും പോവും. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് കല്ലറയിൽ നിന്ന് പൊടി ഉയർത്തപ്പെടുകയും ദൈവം ഒരു പുതിയ ശരീരമായി രൂപാന്തരപ്പെടുത്തുകയും അപ്പോൾ ആത്മാവിനോട് ദേഹിയോട് കൂടിച്ചേരുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 3:19 നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, തിരികെ പൊടിയിലേക്ക് ചേരും. പൊടിയിൽ നിന്നുണ്ടാക്കപ്പെട്ട മനുഷ്യൻ പൊടിയിലേക്ക് തിരികെ ചേരുമ്പോൾ ആത്മാവ് ദൈവത്തിലേക്ക് ചേരുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെ ഒരു മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകുമെന്നുള്ളതിന് മറുപടി ലൂക്കോസിന്റെ സുവിശേഷം 12:22 വായിക്കുന്നു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലാസർ എന്ന പേരിന്റെ അർത്ഥം തന്നെ ദൈവം എൻ്റെ സഹായം എന്നാണ്. അവന്റെ ഹൃദയം ദൈവത്തോട് നേരുള്ളതായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ദാരിദ്ര്യത്തിൽ ജീവിച്ചു.
അവൻ മരിച്ച ഉടനെ അബ്രഹാമിന്റെ മടിയിലേക്ക് പർദീസായിലേക്ക് ദൂതന്മാർ കൊണ്ടുപോയി എന്ന് വചനം വായിച്ചു കേൾക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 42-43 യേശുവിന്റെ ഇടത്തും വലത്തും 2 കള്ളന്മാർ കിടന്നിരുന്നു. അതിൽ വലത്തുഭാഗത്തുള്ള കള്ളൻ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കള്ളൻ കർത്താവിന്റെ നേരെ തിരിഞ്ഞ്, കർത്താവെ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന് യാചിക്കുകയാണ്. മരിക്കുവാൻ പോകുന്ന കള്ളന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലും രാജാവായി മടങ്ങി വരുന്നതിലും വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവന് ഉറപ്പ് നൽകി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന്. ഇവിടെ നമുക്ക് വചനത്തിൽ കൂടി മറുപടി ലഭിച്ചു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ പോകുന്നു? ദൈവമക്കൾ പർദീസായിലേക്കും ദുഷ്ടന്മാർ യാതന സ്ഥലത്തേക്കും പോകുന്നു. ഈ അന്ത്യകാലത്ത് ഈ വചനം പ്രസംഗിക്കുമ്പോൾ കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, പുച്ഛിക്കുന്നവൻ പുച്ഛിക്കട്ടെ. ആർക്കെങ്കിലും, ഒരാൾക്കെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും സത്യവചനം കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നുകൊടുത്ത്, പരിശുദ്ധാത്മാവാൻ ദൈവമേ, എൻ്റെ ഉള്ളിലേക്കൊന്ന് വരണമേ, എൻ്റെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണമേ, ഈ വചനങ്ങൾ ഗ്രഹിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങൾക്ക് സകലതും വെളിപ്പെടുത്തി തരും. ഇനി രണ്ടാമത് നമ്മുടെ ചോദ്യത്തിന് മറുപടി, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതിനും യേശുക്രിസ്തുവാണ് മറുപടി നൽകിയത്. യോഹന്നാൻ 5:25 ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. 28 വാക്യം, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. മരിച്ചവർ എല്ലാവരും ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനെ അനുസരിക്കുകയും പലരെയും വിശ്വാസത്തിലേക്ക് നീതിയിലേക്കും നടത്തുന്നവർ നിത്യ തേജസ്സിൽ പ്രകാശിക്കപ്പെടും. അവർ നിത്യജീവനായി ഉണരുമെന്ന് വചനം വെളിപ്പെടുത്തി തരികയാണ്. മറ്റുള്ളവർ നിന്ദയ്ക്കായി എഴുന്നേൽക്കുമെന്ന് യെശയ്യാവ് 26:19 വീണ്ടും വായിക്കുന്നു. നിന്റെ വൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. അപ്പോൾ കല്ലറയിൽ കിടക്കുന്ന എല്ലാവരും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. മരിച്ചവർ എല്ലാവരും ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വചനം പറയുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ജീവിക്കും എന്നുള്ളതിൻ്റെ വചനം സത്യവേദപുസ്തകത്തിൽ കൂടി നമ്മൾ കേൾക്കുകയാണ്. ദാനിയേൽ പ്രവാചന പുസ്തകം 12 അധ്യായം 13 വാക്യം, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. മരിച്ച് അടക്കപ്പെട്ട എല്ലാവരും ഒരിക്കൽ എഴുന്നേൽക്കും. ശരീരങ്ങൾ ഉയർക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്
ഇവിടെ വചനം വ്യക്തമായി പറയുക, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതിനുള്ള മറുപടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനത്തിൽ കൂടി വെളിപാട് പുസ്തകം 26 ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ നിശ്ചയമായും ഭാഗ്യവാന്മാർ തന്നെയാണ്. അവർ ക്രിസ്തുവിന് പുരോഹിതന്മാരായി 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാഴും. 1 തെസ്സലോനിയർ 4:16 നമ്മൾ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇവിടെയും ക്രിസ്തുവിൽ മരിച്ചവരുടെ ശരീരങ്ങൾ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വചനം പറയുന്നു. രണ്ടാമത്തെ ചോദ്യത്തിനും വചനത്തിൽ നിന്ന് മനുഷ്യൻ വീണ്ടും ജീവിക്കും എന്ന് മറുപടി ലഭിച്ചിരിക്കുന്നു. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ പരദേശികളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഈ ലോകത്തിലെ പൗരന്മാരല്ല. ഒരു ദിവസം അന്യരും പരദേശികളെ പോലെ പോകാൻ ഒരുക്കമുള്ളവരായിരിക്കുക. നമ്മളിവിടെ പരദേശികളാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപമോഹങ്ങളിൽ കുടുങ്ങാതെ സൂക്ഷിക്കണമെന്ന് ദൈവവചനം മുന്നറിയിപ്പ് തരികയാണ്. മരണത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയണം. മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. സാവകാശം കിട്ടിയാൽ ജീവനുള്ളിൽ പ്രവേശിക്കും. ഇത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ആരൊക്കെയോ വെച്ച് തന്നിട്ടുണ്ട്. കുദാശകളാലും ശേഷക്രിയകളാലും മനുഷ്യാത്മാക്കൾക്ക് പരലോകവാസം കിട്ടുമെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് കളയണം. നമ്മൾ പാപം ചെയ്ത് ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അനേകരെ ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ച് പാപത്തിൽ ജീവിച്ച ഒരു വ്യക്തി മരിക്കുമ്പോൾ അവന് വേണ്ടി കുദാശകളും വഴിപാടുകളും കഴിച്ചാൽ അവൻ്റെ ആത്മാവ് രക്ഷപ്പെടുമെന്നുള്ള ചിന്തകൾ കളയണം. അവനവന് ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കതായ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അതിനൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞു തരുവാം. ഒരു വാഴ നട്ട് അത് കുലച്ചു. ആ വാഴ വെട്ടിയെടുത്ത ശേഷം വാഴപ്പിണ്ടിക്ക് വളമിട്ടാൽ എന്ത് സംഭവിക്കും? അതുപോലെയുള്ളൂ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥനയും കുദാശകളും ചെയ്യുന്നത്. യാക്കോബിന്റെ ലേഖനം 4:14 ഇങ്ങനെ വായിക്കുന്നു, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ.
കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ആവി പോലെയാണ്. ഇന്ന് നമ്മൾ ഉണ്ട്, നാളെ ദൈവത്തിൽ ആശ വയ്ക്കുക. സങ്കീർത്തനം 115:17 വായിക്കുന്നു, മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ, യഹോവയെ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആരും മരിച്ചു പോകുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയാണ്. ഈ ഭൂമിയിൽ നമ്മളാൽ കഴിയുന്നതോളം ആവോളം നന്മ ചെയ്ത് മനുഷ്യർക്ക് നല്ലത് ചെയ്യുവാനാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമ്മുടെ പദ്ധതികൾ ഈ ഭൂമിയിൽ നന്മ ചെയ്യുക, മറ്റുള്ളവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുക, മദ്യപാനത്തിലും പാപത്തിലും കിടക്കുന്നവരെ നന്മയിലേക്ക് നയിക്കുക. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാണ്. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു മതമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്ത് സഭ പണിയുവാനോ ഒന്നുമല്ല യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു വന്നത് തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് യേശു വന്നത്. പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുക. പെന്തിക്കോസ്ത് നാളിൽ യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും ഒക്കെയും ഒരു മാളിക മുറിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവീയ ശക്തി അവരുടെ മേൽ കടന്നു വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച്, കർത്താവെ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷ പ്രാപിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഉള്ളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണമേ. മരിച്ചവരും മൗനത്തിലിറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. എന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ദേശത്തിന്, എൻ്റെ രാജ്യത്തിന്, ലോകങ്ങൾക്ക്, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കുവാൻ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളെ വിടുവിക്കും. എപ്പോഴും ഞാൻ എൻ്റെ ജീവിതം തന്നെ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന എന്നെ യേശുവിനെ കാണുവാൻ എൻ്റെ കർത്താവിൻ്റെ ഹൃദയങ്ങളെ തുറന്നു തന്നു. അത് ചില ഇതുപോലെ ദൈവവചനങ്ങൾ കേട്ടപ്പോഴോ ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ ഈ ദുഷ്ടഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ നന്മ കാണുവാൻ ഇടയായിത്തീർന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ ആരും മരിക്കാൻ വേണ്ടിയല്ല കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ദീർഘായുസ്സോടെ ഇരുന്ന് നന്മ അനുഭവിക്കുവാനാണ് യേശു നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഈ ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും മറ്റുള്ളവർക്കും ഒരു വെളിച്ചമായി തീരുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കും. ആരെങ്കിലും രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വ്യക്തി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാൻ നമുക്ക് കഴിയുള്ളൂ. ആരെങ്കിലും എപ്പോഴും ഒരു മധ്യസ്ഥ പ്രാർത്ഥന, അത് നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ അയൽവക്കക്കാരായിക്കോട്ടെ, ഏതെങ്കിലും ദൈവദാസന്മാർ, ഒരു നീതിമാൻ ഒരു ദേശത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശം യേശു നശിപ്പിച്ച് കളയുകയില്ല. ഒരു നീതിമാൻ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ ദേശം നശിക്കുകയില്ല. കർത്താവേ, ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ എന്ന് നമ്മുടെ ഹൃദയത്തിലെ ചില ചോദ്യങ്ങൾക്കാണ് യേശു മറുപടി തന്നത്. നമ്മുടെ പ്രാണനെ വിട്ടാൽ ഇവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇവിടെ നിന്ന് പ്രാണനെ വിട്ടാൽ നമ്മളെ കർത്താവിൻ്റെ ദൂതന്മാർ വന്ന് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം
ഇതിന് ശേഷം ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഇന്ന് നമ്മൾ വചനം കേട്ട് വചനത്തിൽ വിശ്വസിച്ച് യേശുവിനോട് ചേർന്ന് സകല തിന്മകളെയും ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിന്നെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. കർത്താവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി, യേശുവെ നന്ദി. ഈ ചുരുക്ക സമയത്തിനുള്ളിൽ ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഈ വചനം പ്രസംഗിക്കുവാൻ അടിയനിത് തന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, എളിയദാസനും ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് നീ തന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവിൻ്റെ അമ്മയെപ്പോലെ ഒരു യോഗ്യതയുമില്ലാത്തടത്ത് നീ തന്ന യോഗ്യതയ്ക്കായി നന്ദി പറയുന്നു. എന്നാൽ അനേകരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, കർത്താവെ അനേകർ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ഞങ്ങളെയൊക്കെയും ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് പോയ പൊന്നു കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഭവനത്തിലേക്ക് ദൈവീയ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ഈ ദേശമൊക്കെയും ലോകം മുഴുവനും കൊറോണ പിടിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭീരുത്വത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെ ഉള്ളിൽ നിന്ന് വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിരാശയുടെ ആത്മാവ് പലരുടെ ഉള്ളിൽ നിന്ന് വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ മരിക്കാനുള്ളവരല്ല, ഞാൻ ജീവിച്ചിരുന്ന് അനേകർക്ക് നന്മകൾ ചെയ്യുവാൻ ഞാൻ ഇനിയും ജീവിക്കും. എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരും. എൻ്റെ ദേശത്തിന് പ്രയോജനമുള്ളതായി തീരും. എൻ്റെ രാജ്യത്തിന് പ്രയോജനമുള്ളതായി തീരും. ഈ ലോക രാജ്യങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥന ഒരു വെളിച്ചമായി തീരും. ആയുസ്സിൻ്റെ മധ്യേ ഞങ്ങളെ ആരെയും തകർത്ത് കളയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. ഞങ്ങളുടെ മേൽ പോരാടുന്ന എല്ലാ ദുഷ്ട പൈശാചിക പോരുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ ഭവനത്തിന് കോട്ടയായി തീരട്ടെ. കർത്താവിൻ്റെ രക്തം, കർത്താവിൻ്റെ രക്തം. നിരാശയാൽ ഭാരപ്പെടുന്ന വ്യക്തിയുടെ മേൽ ദൈവീയ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. കർത്താവെ, ഏത് വിഷയത്തിന്മേലാണോ ഈ വചനം കേൾക്കുന്നവർ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന്മേൽ ദൈവീയ ശക്തി അവിടേക്ക് ഇറങ്ങിച്ചെല്ലണമേ. യേശുവിൻ്റെ അമ്മയും അപ്പോസ്തലന്മാരും ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ ആ മാളിയ മുറിയിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവീയ ശക്തി ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവർക്ക് കർത്താവെ ശക്തിയുടെയും സുബോധത്തിൻ്റെ ആത്മാവിനെ കൊടുത്ത് ഭീരുത്വത്തിൻ്റെ ആത്മാവ് വിട്ടുമാറട്ടെ. അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാലേ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചോളൂ.